Hello dear students, welcome back to Franklin's Lectures. ഞാൻ നിങ്ങളുടെ ഫ്രാങ്ക്ലിൻ സർ. Good evening everybody. So എല്ലാവരും സുഖല്ലേ? So നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? Okay? Yes, ready അല്ലേടാ? So മക്കളെ, നമ്മൾ എഞ്ചിനീയറിംഗ് ഫിസിക്സ് മൊഡ്യൂൾ 1ന്റെ 3 പാർട്ട് കഴിഞ്ഞു. നാലാമത്തെ പാർട്ടാണ് ഇന്ന്. ദാറ്റ് മീൻസ് ലാസ്റ്റ് പാർട്ടാണ്. വളരെ കുറച്ച് ടോപ്പിക്കും കൂടെ ഉള്ളൂ. അതുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ ആ ഒരു മൊഡ്യൂൾ 1 കംപ്ലീറ്റ് ആവുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, അങ്ങനെ മൊഡ്യൂൾ 1 നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, സോ നിങ്ങളൊക്കെ പഠിച്ചോ? പഠിച്ചോ? ഇതുവരെ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ പഠിച്ചോ? ആ ഡെറിവേഷൻസ് ഒക്കെ പഠിച്ചോ? ചെയ്തു നോക്കിയോ? എന്താണ് അവസ്ഥ? എന്താണ് അവസ്ഥ പറയൂ. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, ശരിയടാ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? റെഡി? ഓക്കെ ഡാ, ശരി മക്കളെ, അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. സോ പാർട്ട് 4 ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഒറ്റ മിനിറ്റ്. ഓക്കെടാ, റെഡി. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ യെസ്, വളരെ കുറച്ച് ടോപ്പിക് മാത്രമേ നമ്മൾ ഈ മൊഡ്യൂൾ ഇനി കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ളൂ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് പാത്ത് ഡിഫറൻസ്. എന്താണ് പാത്ത് ഡിഫറൻസ് എന്നും എന്താണ് ഫേസ് ഡിഫറൻസ് എന്നും നമുക്ക് നോക്കാം. തിയറിയാണ്, ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഹായ് അമൽ ദേവ്. ഓക്കെടാ, അപ്പോ എന്താണ് പാത്ത് ഡിഫറൻസ്? ശ്രദ്ധിച്ചേ. പാത്ത് ഡിഫറൻസ് ആൻഡ് ഫേസ് ഡിഫറൻസ് ആർ ദ ടേംസ് യൂസ്ഡ് ടു എക്സ്പ്രസ് the difference in state of vibration of two particles in the medium. മക്കളെ, ഇവിടെ എന്തുണ്ട്? ഒരു മീഡിയം ഉണ്ട്. ആ മീഡിയത്തിൽ രണ്ട് പാർട്ടിക്കിൾസ് ഉണ്ട് ഇരിക്കട്ടെ. രണ്ട് പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പൊ ഈ രണ്ട് പാർട്ടിക്കിൾസിന്റെ സ്റ്റേറ്റ് ഓഫ് വൈബ്രേഷനിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പാത്ത് ഡിഫറൻസ് എന്നും ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത്. രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള ഡിഫറൻസസ് ആണ്. ഓക്കെ, അപ്പൊ ഒരു മീഡിയത്തിൽ രണ്ട് പാർട്ടിക്കിൾസ് ഉണ്ട്. ആ രണ്ട് പാർട്ടിക്കിൾസിന്റെ സ്റ്റേറ്റ് ഓഫ് വൈബ്രേഷൻ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? രണ്ട് രീതിയിൽ പറയാം. പാത്ത് ഡിഫറൻസ് എന്നും ഫേസ് ഡിഫറൻസ് എന്നും പറയാം. അപ്പൊ ഈ പാത്ത് ഡിഫറൻസ്, ഫേസ് ഡിഫറൻസ് എന്താ സംഭവം മനസ്സിലായി. ഇനി എന്താണ് പാത്ത് ഡിഫറൻസ്, എന്താണ്, എപ്പോഴാണ്? ഫേസ് ഡിഫറൻസ് എന്താണ്, എപ്പോഴാണ് നോക്കിയാലോ. അതായത് ഇഫ് ദ ഡിഫറൻസ് ഇൻ സ്റ്റേറ്റ്, അതായത് ആ ഒരു സ്റ്റേറ്റ് ഓഫ് വൈബ്രേഷൻ, അതിലെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈസ് എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് ആംഗിൾ. ആംഗിളിന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്ത ഡിഫറൻസ് ആണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഫേസ് ഡിഫറൻസ്. ഓക്കെ, ആംഗിളിന്റെ ടേംസിൽ എന്താ എക്സ്പ്രസ് ചെയ്യുന്ന എന്താ പറയാ ഡിഫറൻസ് ആണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഫേസ് ഡിഫറൻസ്. സോ ആംഗിൾ ആണെങ്കിൽ എന്താടാ? ആംഗിൾ ആണെങ്കിൽ എന്താണ്? ഫേസ് ഡിഫറൻസ്. ആംഗിൾ ആണെങ്കിൽ ഫേസ് ഡിഫറൻസ്. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഡിഫറൻസ് ഇൻ സ്റ്റേറ്റ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഡിസ്റ്റൻസ് ഇസ് കോൾഡ് പാത്ത് ഡിഫറൻസ്. ഓക്കെ, അപ്പൊ ഡിസ്റ്റൻസിന്റെ ടേംസിലാണെങ്കിൽ എന്തെന്ന് പറയാം? നമുക്കതിനെ പാത്ത് ഡിഫറൻസ് എന്ന് പറയാം. അപ്പോൾ ഡിസ്റ്റൻസ് ആണെങ്കിൽ എന്ന് പറയൂടാ, ഡിസ്റ്റൻസ് ആണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് പാത്ത് ഡിഫറൻസ്. ഓക്കെ, സോ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ക്ലിയർ കട്ട് ഐഡിയ ഉണ്ടായി കാണും. എന്താണ് ഫേസ് ഡിഫറൻസ്, എന്താണ് പാത്ത് ഡിഫറൻസ് എന്ന് മനസ്സിലായി കാണും. ഓക്കെ അല്ലേ? സോ ഇവിടെ നോക്കിക്കേ. അപ്പൊ എന്താണ് മക്കളെ പാത്ത് ഡിഫറൻസ്, എന്താണ് ഫേസ് ഡിഫറൻസ്? ഒരിക്കലും പറഞ്ഞുതരാം. ഈ രണ്ട് ഡിഫറൻസസും എന്താണ് കോമൺലി നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? അതായത് ഒരു മീഡിയത്തിൽ രണ്ട് പാർട്ടിക്കിൾസ് ഉണ്ട്. ആ പാർട്ടിക്കിൾസിന്റെ സ്റ്റേറ്റ് ഓഫ് വൈബ്രേഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പാത്ത് ഡിഫറൻസ് എന്നും ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ആ പാർട്ടിക്കിൾസിന് there are two states of vibration. ഓക്കെ, ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്റ്റേറ്റ് ഓഫ് വൈബ്രേഷനിൽ ഫേസ് ഡിഫറൻസ് എന്നും പാത്ത് ഡിഫറൻസ് എന്ന് പറയാം. ഫേസ് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ദാറ്റ് ഈസ് എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് ആംഗിൾ. ഓക്കെ, എന്താണ് പാത്ത് ഡിഫറൻസ്? ദാറ്റ് ഈസ് എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് ഡിസ്റ്റൻസ്. ക്ലിയർ ആണോ? റെഡി അല്ലടാ? ഓക്കെ അല്ലേ? അപ്പോ അങ്ങനെയാണെങ്കിൽ അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. ഈ പാത്ത് ഡിഫറൻസ്, ഫേസ് ഡിഫറൻസ് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ എത്ര മാത്രം പഠിച്ചാൽ മതി. ആംഗിൾ ആണെങ്കിൽ ഫേസ് ഡിഫറൻസ്, ഡിസ്റ്റൻസ് ആണെങ്കിൽ പാത്ത് ഡിഫറൻസ്. സെറ്റ്, എളുപ്പമല്ലേ? അതേപോലെ നിങ്ങൾ പഠിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്വേഴ്സ് വേവും ലോഞ്ചിറ്റ്യൂഡിനൽ വേവും. നമ്മുടെ വേവ് മോഷൻ എന്ന് പറയുന്നത് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സ് വേവ് മോഷൻ, രണ്ടാമത്തതോ ദാറ്റ് ഇസ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് മോഷൻ. ക്ലിയർ ആണോ? എന്താണ് ട്രാൻസ്വേഴ്സ് വേവ് മോഷൻ?
Transverse wave motion is one in which each particle in the medium executes oscillatory motion about its mean position perpendicular to the direction of propagation of wave. ശ്രദ്ധിക്കണം ഇവിടെ എന്താണ് ട്രാൻസ്വേഴ്സ് വേവ് മോഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ദ വൺ ഇൻ വിച്ച് ഈച്ച് പാർട്ടിക്കിൾ, അതായത് ഓരോ പാർട്ടിക്കിൾസും, അതായത് മീഡിയത്തിലുള്ള ഓരോ പാർട്ടിക്കിൾസും എന്താണ് അവരെന്ന് പറയുന്നത് ദേ എക്സിക്യൂട്ട് ഓസിലേറ്ററി മോഷൻ. എവിടെയായി ഓസിലേറ്ററി മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്? എബൌട്ട് ഇറ്റ്സ് മീൻ പൊസിഷൻ. അതായത് അത് നിൽക്കുന്ന സ്ഥലത്ത് എന്ത് ചെയ്യുന്നു? ഓസിലേറ്റ് ചെയ്യുന്നു. ക്ലിയർ ആണോ? ഇനി ഓസിലേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഇപ്പൊ പഠിക്കാൻ പോകുന്നത്. ഓസിലേറ്റ് എങ്ങനെയാ? ദാറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. ഓക്കെ, അപ്പൊ വേവിന്റെ പ്രൊപ്പഗേഷന്റെ ഡയറക്ഷൻ, അതായത് വേവ് പോകുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ട് ഓസിലേറ്റ് ചെയ്യുന്നു. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് ട്രാൻസ്വേഴ്സ് വേവ് മോഷൻ. ക്ലിയർ ആണോ? ദാറ്റ് ട്രാൻസ്വേഴ്സ് വേവ് മോഷൻ ഈസ് വൺ ഇൻ വിച്ച് ഈച്ച് പാർട്ടിക്കിൾ ഇൻ ദ മീഡിയം എക്സിക്യൂട്ട്സ് ഓസിലേറ്ററി മോഷൻ about its mean position. എങ്ങനെയാടാ? പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. മനസ്സിലായോ? പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേ? സെറ്റ്. അങ്ങനെയാണെങ്കിൽ ബാക്കി നോക്കാം. ദിസ് ടൈപ്പ് ഓഫ് വേവ് ട്രാവൽസ് ഇൻ ദ ഫോം ഓഫ് ക്രസ്റ്റ് ആൻഡ് ട്രഫ്സ്. അല്ലേ? ഇതാ നോക്കിയേ, ഇതാ ഈ ടൈപ്പ് വേവ് ആണ്. അല്ലടാ, ഇതിനെന്തുണ്ട്? ഇതില് ക്രസ്റ്റും ട്രഫും ഉണ്ട്. ഓക്കെ, അപ്പോ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒഴുകുന്ന വേവിന് നമ്മൾ എന്തെന്ന് പറയുന്നത്? ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേടാ? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു അഡ്ജസന്റ് ക്രസ്റ്റ് ഓർ ട്രഫ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് വൺ വേവ് ഓർ പൾസ്. അതായത് ഇവിടെ നോക്കിയേ, ഇതെന്ന് പറയുന്നത് രണ്ട് ക്രസ്റ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ്, ഡിസ്റ്റൻസ് ആണ്. ഇതെന്ന് പറയുന്നത് രണ്ട് ട്രഫുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. സോ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത്? ഈ ഒരു ഡിസ്റ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത്? ഇറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് എ വേവ്, അല്ലെങ്കിൽ ഇതിനെ പൾസ് എന്ന് പറയും. എന്ത് പറയും? പൾസ്. അപ്പൊ രണ്ട് ക്രസ്റ്റുകൾ തമ്മിലോ രണ്ട് ട്രഫുകൾ തമ്മിലോ ഉള്ള ഡിസ്റ്റൻസിനാണ് പറയുന്നത് എന്തെന്ന് പറയും? വേവ് അല്ലെങ്കിൽ പൾസ് എന്ന് പറയും. ക്ലിയർ ആണോ? ട്രാൻസ്വേഴ്സ് ക്യാൻ ബി പോളറൈസ്ഡ്. ട്രാൻസ്വേഴ്സ് വേവിനെ നമുക്ക് പോളറൈസ് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? വേവ്സ് ട്രാവലിംഗ് അലോങ് എ സ്ട്രെച്ച് സ്ട്രിംഗ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എക്സെട്ര. ഓക്കെ, ഒരു സ്ട്രെച്ച് സ്ട്രിംഗ്, അതായത് ഒരു സ്ട്രിങ്ങിനെ ഞാനിങ്ങനെ വലിച്ചു പിടിച്ച് വെച്ചേക്കോ, 2 പോയിന്റിൽ ഞാനിങ്ങനെ വലിച്ചു പിടിച്ച് വെച്ചേക്കോ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ജസ്റ്റ് ഒന്ന് പൊക്കിട്ട് വിട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ സ്ട്രെച്ച് സ്ട്രിംഗ് എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യും. ആ വൈബ്രേഷൻ എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് ഓഫ് വൈബ്രേഷൻ ആയിരിക്കും? ദാറ്റ് ഇസ് കോൾഡ് ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അത് നമ്മളത് പഠിക്കും. കുഞ്ഞു ഡെറിവേഷൻ, ബട്ട് ഇമ്പോർട്ടന്റ് ഡെറിവേഷൻ. ഓക്കേടാ? ഓക്കെ അല്ലേ? സോ അപ്പൊ നോക്കിക്കേടാ, എന്താണ്? ദിസ് ടൈപ്പ് ഓഫ് വേവ് ട്രാവൽസ് ഇൻ ദ ഫോം ഓഫ് ക്രസ്റ്റ് ആൻഡ് ട്രഫ്സ്. ഇപ്പൊ തന്നെ പഠിച്ചു പോണം. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു അഡ്ജസന്റ് ക്രസ്റ്റ് അല്ലെങ്കിൽ ട്രഫ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് വൺ വേവ് ഓർ പൾസ്. ട്രാൻസ്വേഴ്സ് വേവ്സ് ക്യാൻ ബി പോളറൈസ്ഡ്. എക്സാമ്പിൾസ്: ഒരു സ്ട്രെച്ച് സ്ട്രിംഗിലുള്ള വേവും അതേപോലെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. ക്ലിയർ ആണോ? റെഡി അല്ലടാ? ഓക്കെ, സോ അടുത്തെന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ട്രാൻസ്വേഴ്സ് വേവ് നിങ്ങൾ പക്കയായിട്ട് പഠിച്ചു. നിങ്ങൾക്ക് മനസ്സിൽ ട്രാൻസ്വേഴ്സ് വേവിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോഴേ, അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ ഓർക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ്, അല്ലെ? ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. അടുത്ത് പഠിക്കാൻ പോകുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് മോഷൻ. എന്താണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് മോഷൻ? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് മോഷൻ ഈസ് വൺ ഇൻ വിച്ച് ഈച്ച് പാർട്ടിക്കിൾ ഇൻ ദ മീഡിയം എക്സിക്യൂട്ട് ഓസിലേറ്ററി മോഷൻ. പഴയതുപോലെ തന്നെ സെയിം ലൈൻ ആണ്, അറിയാലോ. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് മോഷനിലും ഓരോ പാർട്ടിക്കിൾസ്, ആ മീഡിയത്തിലുള്ള ഓരോ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നുണ്ട്? എന്താണ്? ഒരു ഓസിലേറ്ററി മോഷനിൽ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട് അബൌട്ട് ഇറ്റ്സ് മീൻ പൊസിഷൻ. എന്താണ് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഓസിലേറ്റ്സ് along the direction of propagation. ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്ന സമയത്ത് അവിടെ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ആയിരുന്നു. ബട്ട് ഇവിടെയോ along the direction of propagation. ക്ലിയർ ആണോ? along the direction of propagation. ക്ലിയർ അല്ലടാ? അപ്പൊ എങ്ങനെയാടാ? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് മോഷൻ ഈസ് വൺ ഇൻ വിച്ച് ഈച്ച് പാർട്ടിക്കിൾ ഇൻ ദ മീഡിയം എക്സിക്യൂട്ട്സ് ഓസിലേറ്ററി മോഷൻ about its mean position along the direction of propagation. Clear ആണോടാ? Then നോക്കിക്കേ,
This type of wave motion travels in the form of compressions and rarefactions. അല്ലേ? അപ്പോൾ നേരത്തെ നമ്മൾ ട്രാൻസ്വേഴ്സ് പഠിച്ച സമയത്ത് അവിടെ എന്തായിരുന്നു? ക്രസ്റ്റും ട്രഫും ആയിരുന്നു. പക്ഷേ ഇവിടെ ലോഞ്ചിറ്റ്യൂണൽ വേവ് മോഷൻ പഠിക്കുന്ന സമയത്ത് അവിടെ എന്താണ്? It travels in the form of compressions and rarefactions. The distance between two compressions അല്ലെങ്കിൽ two rarefactions എന്ന് പറയുന്നത് one wave അല്ലെങ്കിൽ pulse എന്ന് പറയും. അവിടെ ക്രസ്റ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിരുന്നു അല്ലെങ്കിൽ ട്രഫുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിരുന്നു ഒരു വേവ് അല്ലെങ്കിൽ പൾസ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെയോ, അതായത് നമുക്ക് അഡ്ജസന്റ് കംപ്രഷൻസിന്റെയോ അഡ്ജസന്റ് ആയിട്ടുള്ള റെയർഫാക്ഷൻസോ ആണ് എന്ത് ചെയ്യുന്നത്? ഒരു വേവ് അല്ലെങ്കിൽ ഒരു പൾസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത്. ക്ലിയർ? ലോഞ്ചിറ്റ്യൂണൽ വേവ് എന്ന് പറയുന്നത് ഇറ്റ് cannot be polarized. Examples: sound wave in air, wave transmitted along a spring when one end of it is suddenly compressed and then released. Okay, അതായത് wave transmitted along a spring when one end of it is suddenly compressed and then released. ഒരു സ്പ്രിങ്ങിന്റെ ഒരു എൻഡ് എന്ന് പറയുന്നത് കംപ്രസ് ചെയ്തിട്ട് റിലീസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന വേവ് മോഷൻ എന്ന് പറയുന്നത് എന്ത് വേവ് മോഷൻ ആണ്? ദാറ്റ് ഇസ് ലോഞ്ചിറ്റ്യൂഡൽ വേവ് മോഷൻ ആണ്. ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, എന്റെ കയ്യിൽ ഒരു സ്പ്രിംഗ് ഉണ്ട്, ഞാൻ ഒരു എൻഡിൽ നിന്ന് എന്ത് ചെയ്തു? കംപ്രസ് ചെയ്തു, പിന്നെ വിട്ടു. അവിടെ ഓസിലേഷൻ നടക്കും. അവിടെ നടക്കുന്ന ഓസിലേഷൻ എന്ന് പറയുന്നത് എന്ത് ഓസിലേഷൻ ആണ്? ദാറ്റ് ഈസ് അവിടുത്തെ ഓസിലേഷന്റെ മോഷൻ എന്ന് പറയുന്നത് എന്ത് മോഷൻ? അവിടുത്തെ ഓസിലേഷന്റെ വേവ് മോഷൻ എന്ന് പറയുന്നത് എന്ത് വേവ് മോഷൻ ആണ്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് മോഷൻ ആണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് മോഷൻ. റെഡി? ഓക്കെ, ശരിയല്ലടാ? അപ്പൊ എന്റെ എക്സാമ്പിൾസ് നിങ്ങൾ പഠിച്ചോണം. ഇമ്പോർട്ടന്റ് ആണ്. പാത്ത് ഡിഫറൻസ്, ഫേസ് ഡിഫറൻസ് പഠിക്കണം. അതേപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡൽ വേവ്സും ട്രാൻസ്വേഴ്സ് വേവ്സും നിങ്ങൾ പഠിക്കണം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ നിങ്ങൾ പഠിക്കുക. എന്താണ്? ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻസ് ഓഫ് എ സ്ട്രെച്ച് സ്ട്രിങ്. ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻസ് ഓഫ് എ സ്ട്രെച്ച് സ്ട്രിങ് ആണ്. റെഡി അല്ലേ? പഠിക്കാൻ റെഡി അല്ലേ? ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻസ് ഓഫ് എ സ്ട്രെച്ച് സ്ട്രിങ്. ഓക്കെ, റെഡി? റെഡിയാണോ? സോ മക്കളെ, ചാനലിൽ പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ഈ ലൈവ് വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. വാട്സ്ആപ്പ് സ്റ്റാറ്റസ് വഴിയും അതേപോലെ നിങ്ങളുടെ ഗ്രൂപ്പ്സിലൊക്കെ ഇട്ട് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം. ബിക്കോസ് ഒരു എന്താ പറയാ, ഒരു പ്യുവർ ഇന്റൻഷനോട് കൂടിയാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത്. ഡെയിലി നിങ്ങൾക്കുള്ള ലൈവ് ക്ലാസ്സസ് തരുന്നുണ്ട് യൂട്യൂബ് വഴി. അപ്പൊ നിങ്ങൾക്ക് പ്രീവിയസ് ലൈവ് ഒക്കെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും. ഓക്കെ, നമ്മൾ മെക്കാനിക്സിന്റെയും ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെയും അതേപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഫിസിക്സിന്റെ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിന്റെ ഒക്കെ ക്ലാസ്സസ് നിങ്ങൾക്ക് തരുന്നുണ്ട്. ഓക്കെ, സോ ഇത്ര ഹൈ ക്വാളിറ്റി ക്ലാസ് നിങ്ങൾക്ക് തരുന്നത്, ഫ്രീ ആയിട്ട് തരുന്നത് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഫ്രണ്ട്സ് നന്നായിട്ട് പഠിക്കട്ടെ. ക്ലിയർ? നിങ്ങൾ ചെയ്യുക കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ എനർജി, ഞാൻ എപ്പോഴും പറയും. ഓക്കെ, പിന്നെ അത് മാത്രമല്ല മക്കളെ, നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ആക്ച്വലി നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അത് ജോയിൻ ചെയ്യുക. എന്തിനാ ജോയിൻ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അപ്ഡേഷൻസ് ഒക്കെ തരുന്നത് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി വഴിയായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾ നോട്ടിഫൈ ചെയ്യുന്നതും നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരുന്നതും കൂടാതെ നമ്മുടെ ലൈവ് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് ഈ നോട്ട്സും സ്ലൈഡ്സും അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, ഇതൊക്കെ തരുന്നത് കമ്മ്യൂണിറ്റിയിലാണ്. സോ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഓക്കെ, നിങ്ങൾ ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്യുക, ഇപ്പൊ ചെയ്യേണ്ട. പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും നോട്ട്സ് മിസ്സാകും. ഓക്കെ, കാരണം നിങ്ങൾ പിന്നീട് ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന് മുമ്പ് അയച്ചതൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക. ക്ലിയർ? ഓക്കെ അല്ലേടാ? ശരി. ഓക്കെ മക്കളെ, അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് എക്സാമിന് ഈ സെമസ്റ്റർ നമ്മുടെ S2 എഞ്ചിനീയറിംഗ് ഫിസിക്സ് എക്സാമിന് മൊഡ്യൂൾ 1-ൽ നിന്നും ഈ ചോദ്യം ചോദിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ഓക്കെ, വെരി 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഓക്കെ, ശരി. നോക്കിയാലോടാ? ഓക്കെ, റെഡി അല്ലേ? റെഡി? ഓക്കെ, സെറ്റ്. സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ മക്കളെ, നോക്കിക്കേ. ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻസ് ഓഫ് എ സ്ട്രെച്ച് സ്ട്രിങ്. ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻസ് ഓഫ് എ സ്ട്രെച്ച് സ്ട്രിങ് ആണ് നമ്മളിപ്പോ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇനി ഇവിടെ നോക്കൂ. ഇവിടെ ആദ്യം ഈ ഒരു ഫിഗർ നിങ്ങൾ വരയ്ക്കണം. ഓക്കെ, ഈ ഫിഗർ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ഫിഗർ ആണ്.
ഇവിടെ ആക്ച്വലി എന്താണ്, ജസ്റ്റ് നിങ്ങൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ ഇങ്ങനെ ഒരു എന്താ സംഭവം പറഞ്ഞുതരാം. ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കുക, കണ്ടോ? ഓക്കെ, ദെൻ ഇവിടെ രണ്ട് പോയിന്റ്സ് കൺസിഡർ ചെയ്യുക, പി എന്നും ക്യൂ എന്നും. അവിടുന്ന് താഴോട്ട് ലൈൻ വരയ്ക്കുക. ഓക്കെ, ദെൻ ഈ പറയുന്ന ഡിസ്റ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത്, ഡെൽറ്റ എക്സ്. എന്താണ് ഡെൽറ്റ എക്സ്? സ്മോൾ എലമെന്റൽ ഡിസ്റ്റൻസ് ആണ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഈ പി എന്ന് പറയുന്നതിലേക്ക് ഒരു ടാൻജന്റ് വരയ്ക്കുക, ക്യൂ എന്ന് പറയുന്നതിലേക്ക് ഒരു ടാൻജന്റ് വരയ്ക്കുക. ഓക്കെ, സോ ദിസ് ആംഗിൾ ഇസ് തീറ്റ ആൻഡ് ദിസ് ആംഗിൾ ഇസ് ഡെൽറ്റ തീറ്റ. ക്ലിയർ? ഓക്കെ, സോ മക്കളെ നോക്കിയാലോ. ഓക്കെടാ, ഇവിടെ നോക്കിക്കേ. കൺസിഡർ എ സ്ട്രിംഗ് ഓഫ് ലെങ്ത് L stretched between 2 points A and B. അല്ലേ, അതാണ് ഈ രണ്ട് പോയിന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, A and B. ഞാൻ എന്ത് ചെയ്തു, ഒരു വലിയ സ്ട്രിങ്ങിനെ കൺസിഡർ ചെയ്തു. അതിനെ ഞാൻ ഈ AB എന്ന് പറയുന്ന പോയിന്റിൽ സ്ട്രെച്ച് ചെയ്ത് പിടിച്ചേക്കുക. എന്നിട്ട് എന്താ ചെയ്തത്, ഈ സ്ട്രിങ്ങിന്റെ ലെങ്ത് എന്ന് പറയുന്നത് L ആണ്. എന്നിട്ട് ഞാൻ എന്താ ചെയ്തത്, ലെറ്റ് ഇറ്റ് ബി പ്ലഗ്ഡ് അറ്റ് ദ സെന്റർ ആൻഡ് ലെറ്റ് ഇറ്റ് ഫ്രീ. ഞാൻ എന്താ ചെയ്തത്, ഇങ്ങനെ പിടിച്ച് വലിച്ച് വെച്ചിട്ടേ ഞാൻ ഇങ്ങനെ സെന്ററിൽ പിടിച്ചിങ്ങ് പൊക്കിയിട്ട് വിട്ടുകളഞ്ഞു. അപ്പോഴോട് എന്താ സംഭവിക്കുന്നത്, ഇറ്റ് വൈബ്രേറ്റ്സ് ട്രാൻസ്വേഴ്സ്ലി. ദീസ് വൈബ്രേഷൻസ് ആർ സിമ്പിൾ ഹാർമോണിക്കൽ. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കണം. ഓക്കെ, നിങ്ങൾ അച്ഛൻ്റെ അടുത്തോ അമ്മയുടെ അടുത്തോ പോയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യണം, ഒരു വലിയൊരു സ്ട്രിങ് എന്ത് ചെയ്യണം, മീൻസ് ഇങ്ങനെ വലിച്ചു പിടിക്കണം. ഓക്കെ, നിങ്ങൾ അച്ഛന്റെ കയ്യിലുള്ള പോയിന്റ് എ, നിങ്ങളുടെ കയ്യിലുള്ള പോയിന്റ് ബി. എന്നിട്ട് നിങ്ങൾ വലിച്ചു പിടിച്ചിട്ട് ആർത്തും ചെന്നിട്ട് ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ പൊക്കിട്ട് വിടാൻ പറയണം. അപ്പൊ ആക്ച്വലി നിങ്ങൾക്ക് ഒരു വേവ് മോഷൻ കാണാൻ പറ്റും. അത് എന്ത് വേവ് മോഷൻ ആയിരിക്കും, ട്രാൻസ്വേഴ്സ് വേവ് മോഷൻ ആയിരിക്കും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോടാ? ക്ലിയർ? വെള്ളം എടുത്ത ഓക്കെ, അതെന്താ പറയുക, ട്രാൻസ്വേഴ്സ് വേവ് മോഷൻ ആയിരിക്കും. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കണേ അത്. ഓക്കെ, ഓക്കെ, ഓക്കെടാ, റെഡി. അപ്പൊ ആക്ച്വലി എന്താ, ആക്ച്വലി ഇവിടെ രണ്ട് പോയിന്റ്സ് ആണ് ഉള്ളത്. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, ഓക്കെ, സോ മക്കളെ നോക്കിക്കേ, ഇവിടെ നമുക്ക് രണ്ട് പോയിന്റ്സ് ആണുള്ളത്. എന്തൊക്കെയാ, പി എന്നും ക്യൂ എന്ന് പറയുന്ന രണ്ട് പോയിന്റ്സ് ആണുള്ളത്. ഈ പി എന്ന് പറയുന്ന പോയിന്റിലെയും ക്യൂ എന്ന് പറയുന്ന പോയിന്റിലെയും സ്ലോപ്പ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു എന്താ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നമുക്ക് പിയിലെ സ്ലോപ്പ് കണ്ടുപിടിക്കാം, സ്ലോപ്പ് കണ്ടുപിടിക്കാം. ദെൻ ക്യൂവിലെ സ്ലോപ്പ് കണ്ടുപിടിക്കാം. ഓക്കെ, പിയിലെ സ്ലോപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സ്ലോപ്പ് അറ്റ് പി എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ എഴുതും, സ്ലോപ്പ് അറ്റ് പി. സ്ലോപ്പ് എന്ന് വെച്ചാൽ എന്താ മക്കളെ, സ്ലോപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, സ്ലോപ്പിനെ സാധാരണ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് tan theta is equal to dy by dx എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ downward component of tension at p. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പി എന്ന് പറയുന്ന പോയിന്റിലെ സ്ലോപ്പ് കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് എന്താണ്, പി എന്ന് പറയുന്ന പോയിന്റിലെ സ്ലോപ്പ് എന്ന് പറയുന്നതാണ്, ദാറ്റ് ഈസ് tan theta is equal to dy by dx. അടുത്തത് പറയുന്നത് the downward component of tension at p.
ഓക്കെ, പി എന്ന് പറയുന്ന പോയിന്റ് എന്തുണ്ട്, ടെൻഷൻ ഉണ്ട്. കാരണം എന്താ, ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, പ്ലക്ക് ചെയ്ത് വിടുന്നു. ഓക്കെ, അപ്പോ ആ ഒരു പി എന്ന് പറയുന്ന പോയിന്റിൽ എന്തുണ്ട്, ടെൻഷൻ ഉണ്ട്. ആ ഒരു സ്ട്രിങ്ങിൽ എന്തുണ്ട്, ഈ ഒരു പോയിന്റിൽ ടെൻഷൻ ഉണ്ട്. ടെൻഷൻ മീൻസ് എന്താണ്, ഒരു ഫോഴ്സ് ആണ്. ഓക്കെ, അതെങ്ങനെ എഴുതുക, ദാറ്റ് ഈസ് ഈക്വൽ ടു ടെൻഷൻ ഇൻറ്റു എന്താണ്, സ്ലോപ്പ്. ടെൻഷൻ ഇൻറ്റു സ്ലോപ്പ്, അതായത് ടി ഇൻറ്റു dy by dx. It is the downward component of tension at P. Okay, that is T into dy by dx. Clear ആണോ? അടുത്തെന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് that is slope at Q കണ്ടുപിടിക്കണം. Slope at Q കണ്ടുപിടിക്കണം. Okay, slope at Q കണ്ടുപിടിക്കണം. Slope at Q നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? Slope at Q. Slope at Q എന്ന് പറയുന്നത് ഇവിടെ നോക്കിക്കേടാ, ദാ ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ കൂടെ പോയ ടാൻജന്റ് എന്ന് പറയുന്നത് ഇതല്ലേ? ഓക്കെ, അപ്പൊ ക്യൂ എന്ന് പറയുന്ന പോയിന്റിൽ കൂടെ പോകുന്ന ടാൻജന്റ് എന്ന് പറയുന്നത് ഇതല്ലേ? ഓക്കെ, അപ്പോൾ അവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാവോ? ദാറ്റ് ഈസ് ടാൻ തീറ്റ മൈനസ് ഡെൽറ്റ തീറ്റ. ടാൻ തീറ്റ മൈനസ് ഡെൽറ്റ തീറ്റ. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു, നമ്മൾ എങ്ങനെ എഴുതാ അറിയോ? ദാറ്റ് ഈസ് dy by dx into d square y by dx square into delta x എന്ന് എഴുതും. ഓക്കെ, നമ്മള് നോക്കി സ്ലോപ്പ് അറ്റ് പി എന്ന് പറയുന്നത് tan theta is equal to dy by dx. ക്ലിയർ? അടുത്ത് അപ്പോൾ അതിന്റെ ഡൗൺവേർഡ് കമ്പോണന്റ് എന്ന് പറയുന്നത് t into dy by dx. അടുത്ത് നമ്മൾ പറയുന്നത് സ്ലോപ്പ് അറ്റ് q. സ്ലോപ്പ് അറ്റ് q എന്ന് പറയുന്നത് tan theta minus delta theta. ക്ലിയർ ആണോ? കാരണം എന്താ നോക്ക്, ഈ പറയുന്ന ക്യൂവിൽ കൂടെ പോകുന്ന ടാൻജന്റ് ഉണ്ടോ, കണ്ടോ, ഇതിന്റെ സ്ലോപ്പാണ് പറയുന്നത്. സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് തീറ്റ മൈനസ് ഡെൽറ്റ തീറ്റ ഈസ് ഈക്വൽ ടു dy by dx മൈനസ് ആണ്, dy by dx മൈനസ് d square y by dx square into delta x എന്ന് എഴുതാം. ക്ലിയർ ആണോ? അപ്പോ ഇവിടെ നമ്മൾ പിയുടെ സ്ഥാനത്ത് സ്ലോപ്പ് അറ്റ് പി എന്ന് പറയാൻ അവിടെ ഡൗൺവേർഡ് കമ്പോണന്റ് എടുത്തത്. അപ്പോൾ സ്ലോപ്പ് അറ്റ് ക്യൂവിന്റെ അവിടെ നമ്മൾ എന്തെടുക്കും? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്, ദാറ്റ് ഈസ് അപ്വേർഡ് കമ്പോണന്റ് എടുക്കും. എന്തെടുക്കും? അപ്വേർഡ് കമ്പോണന്റ്. എന്താ? അപ്വേർഡ് കമ്പോണന്റ് ഓഫ് ടെൻഷൻ അറ്റ് ക്യൂ. ഇത്രയും പിടിക്കുക. നമ്മൾ പിയിൽ ഡൗൺവേർഡ് കമ്പോണന്റ് എടുത്തു കഴിഞ്ഞാൽ ക്യൂവിൽ നമ്മൾ എടുക്കുന്നത് അപ്വേർഡ് കമ്പോണന്റ് ആണ്. സോ അപ്വേർഡ് കമ്പോണന്റ് ഓഫ് ടെൻഷൻ അറ്റ് ക്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു ടെൻഷൻ ഇൻറ്റു ടി ഇൻറ്റു എന്താ, സ്ലോപ്പ്, dy by dx മൈനസ് d square y by dx square ഇൻറ്റു ഡെൽറ്റ എക്സ്. ക്ലിയർ ആണോടാ? ക്ലിയർ ആണോ? എളുപ്പമല്ലേ? ഒന്നുമില്ല മക്കളെ, ഒരിക്കലും പറഞ്ഞുതരാം. സ്ലോപ്പ് അറ്റ് പി ആദ്യം കണ്ടുപിടിക്കുക. എന്താ? tan theta is equal to dy by dx. Then what is the downward component of tension at p? T into dy by dx. Okay, അതായത് ടെൻഷൻ ഇൻറ്റു dy by dx. അടുത്തത് പറയുന്നത് സ്ലോപ്പ് അറ്റ് ക്യൂ, ദാറ്റ് ഈസ് ടാൻ തീറ്റ മൈനസ് ഡെൽറ്റ തീറ്റ. ഇതെന്ന് പറയുന്നത് ഡെൽറ്റ ആണ്, സ്മോൾ ഡെൽറ്റ, ഗ്രീക്ക് ആൽഫബറ്റ് ആണ് ഡെൽറ്റ. ഓക്കെ, സ്മോൾ ഡെൽറ്റ. ഓക്കെ, ദാറ്റ് ഈസ് തീറ്റ മൈനസ് ഡെൽറ്റ തീറ്റ ഈസ് ഈക്വൽ ടു dy by dx മൈനസ് d square y by dx square into delta x നമുക്ക് എഴുതാം. Then നോക്കിക്കേ, അപ്വേർഡ് കമ്പോണന്റ് ഓഫ് ടെൻഷൻ ക്യൂ എന്ന് പറയുന്നത് എന്താണ്? വേറെ ഒന്നുമില്ല, ടെൻഷൻ ടി ഇൻറ്റു സ്ലോപ്പ്. ഓക്കെ ആണോ? റെഡി അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് എന്താ അറിയോ? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് റിസൾട്ടന്റ് ഓഫ് ഡൗൺവേർഡ് ഫോഴ്സ്. സോ ഡൗൺവേർഡ് ടെൻഷൻ എഴുതിയാൽ മതി. റിസൾട്ടന്റ് ഓഫ് ഡൗൺവേർഡ് ടെൻഷൻ ദാറ്റ് ഈസ് വേറെ ഒന്നുമില്ല, F ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യുക? ദാ നമ്മുടെ ഡൗൺവേർഡ് കമ്പോണന്റ്, അതായത് ടി ഇൻറ്റു dy by dx മൈനസ് നമ്മുടെ അപ്വേർഡ് കമ്പോണന്റ് എന്താണ്? ഇതാ നമുക്ക് ടി ഇൻറ്റു dy by dx മൈനസ് d square y by dx square into delta x. ക്ലിയർ ആണോ? അടുത്ത നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ പറയുന്ന മൈനസ് എന്ത് ചെയ്യാം? അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ എന്താ കിട്ടുക? F is equal to t into dy by
dx മൈനസ് ടി ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. അത് കഴിഞ്ഞാൽ മൈനസ് ടു മൈനസ് പ്ലസ് അല്ലേ, അപ്പോൾ പ്ലസ് എന്താണ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന് കിട്ടും. ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും. ഇവിടെ നമുക്ക് ഈ ടി ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് ടി ഡി വൈ ബൈ ഡി എക്സും മൈനസ് ടി ഡി വൈ ബൈ ഡി എക്സും മൈനസ് ടി ഡി വൈ ബൈ ഡി എക്സും ക്യാൻസൽ ചെയ്ത് കളയാം. അങ്ങനെയാണെങ്കിൽ എന്താ കിട്ടുക? എഫ് ഈസ് ഈക്വൽ ടു ഡി സ്ക്വയർ വൈ ബൈ ഡി ടി ഉണ്ടല്ലോടാ അല്ലേ? യെസ്, നമ്മൾ ടീനെ മൈനസ് ടീനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തല്ലേ, അപ്പോൾ ഇവിടെ ടി ഉണ്ടേ. അത് വേറെ ഒന്നുമില്ലടാ, ഇവിടെ നോക്കിക്കേ, നമ്മളിവിടെ മൈനസ് ടീനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ മൈനസ് ടി ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് മൈനസ് ടി ഡി വൈ ബൈ ഡി എക്സ് ആണ്. അടുത്ത് മൈനസ് ടി ഇൻറ്റു മൈനസ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് മൈനസ് ടു മൈനസ് പ്ലസ് അല്ലേ, പ്ലസ് ടി ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഡെൽറ്റ എക്സ്. അപ്പോൾ ഇത് രണ്ട് ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ ബാക്കി ആരാണ് ഉള്ളത്? ദാറ്റ് ഇസ് ടി ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഡെൽറ്റ എക്സ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇതെന്ന് പറയുന്നത് ഇക്വേഷൻ 1. ഇതെന്ന് പറയുന്നത് ഇക്വേഷൻ 1. ക്ലിയർ? റെഡി? ഇനി അടുത്ത് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ ഒരു പുതിയൊരു ക്വാണ്ടിറ്റിയെ ഞാൻ കൊണ്ടുവരുന്നു. ദാറ്റ് ഈസ് ലെറ്റ് എം. എം എന്ന് പറയുന്നത് എന്താണ്? എം ബി ദ മാസ് ഓഫ് ദ എലമെന്റ്. എം ബി ദ മാസ് ഓഫ് ദ എലമെന്റ്. മാസ് ഓഫ് ദ എലമെന്റ് അല്ല, മാസ് ഓഫ് ദ എലമെന്റ് പെർ യൂണിറ്റ് ലെങ്ത്. ഒരു യൂണിറ്റ് ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ മാസ് ആണ് എന്തെന്ന് പറയുന്നത് എം എന്ന് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, മാസ് പെർ യൂണിറ്റ് ലെങ്ത് എഴുതിയാൽ മതി. മാസ് പെർ യൂണിറ്റ് ലെങ്ത് അത് മതി. ഓക്കെ ഓക്കെ, അപ്പൊ ലെറ്റ് എം എന്ന് വെച്ചാൽ എന്താണ്? ലെറ്റ് എം ബി ദ മാസ് പെർ യൂണിറ്റ് ലെങ്ത്. അങ്ങനെയാണെങ്കിൽ മാസ് ഓഫ് ദ എലമെന്റ് എന്തായിരിക്കും? മാസ് ഓഫ് ദ എലമെന്റ് എന്താണ്? മാസ് ഓഫ് ദ എലമെന്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നമ്മൾ ഓൾറെഡി എടുത്ത എലമെന്റ് എന്ന് പറയുന്നത് കുഞ്ഞ് എലമെന്റ് അല്ലേ, ദാറ്റ് ഈസ് ഡെൽറ്റ എക്സ് അല്ലേ. അപ്പൊ ഡെൽറ്റ എക്സിന്റെ മാസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ്? ദാറ്റ് ഈസ് എം ഇൻറ്റു ഡെൽറ്റ എക്സ്. എം ഇൻറ്റു ഡെൽറ്റ എക്സ്. അടുത്തെന്ന് പറയുന്നത് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ എലമെന്റ്. ഫോഴ്സ് ആക്ടിങ് ഓൺ ദ എലമെന്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. എഫ് ഈസ് ഈക്വൽ ടു എന്താണ്? എം എ എന്നല്ലേ. അതുകൊണ്ട് ഇവിടെ എന്ത് തന്നെ കൊടുക്കുക? എം എ എന്ന് തന്നെ കൊടുക്കുക. ക്ലിയർ ആണോ? ക്ലിയർ ആണോടാ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ദാറ്റ് ഈസ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ അല്ലേ. മാസ് ഇൻറ്റു ആക്സിലറേഷൻ. മാസ് എന്ന് പറയുന്ന എലമെന്റിന്റെ മാസ് എന്ന് പറയുന്നത് എം ഡെൽറ്റ എക്സ് അല്ലേ. അങ്ങനെയാണെങ്കിൽ എം ഡെൽറ്റ എക്സ് ഇൻറ്റു ആക്സിലറേഷൻ നമുക്ക് എന്ത് കൊടുക്കാം? ദാറ്റ് ഈസ് ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ ഇസ് ദ ആക്സിലറേഷൻ. ക്ലിയർ ആണോ? ദിസ് ഈസ് ഇക്വേഷൻ 2. ദിസ് ഈസ് ഇക്വേഷൻ 2. അപ്പോ മക്കളെ ഇവിടെ നോക്കിക്കേ, ഇതെന്ന് പറയുന്നത് ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ്. ഇതെന്ന് പറയുന്നത് ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ്. ഇതെന്ന് പറയുന്നത് ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് ഫോഴ്സിന്റെ ഇക്വേഷനും ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇക്വേറ്റിംഗ് equation 1 and 2. equating equations 1 and 2. രണ്ട് ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? ദാറ്റ് ഈസ് ഈ രണ്ട് ഇക്വേഷൻസും നമ്മൾ എന്ത് ചെയ്യുന്നു? ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? നോക്കാം, ഇക്വേറ്റ് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് എം ഡെൽറ്റ എക്സ് into d square y by dt square is equal to t d square y by dx square delta x. ഓക്കെ, വേറെ ഒന്നില്ല. ഈ രണ്ട് ഇക്വേഷനും ഞാൻ എന്ത് ഇക്വേറ്റ് ചെയ്തു. ഇത് വേണമെങ്കിൽ ആദ്യം കൊടുക്കാം, ഇത് രണ്ടാമത് കൊടുക്കാം. ഇത് വേണമെങ്കിൽ ആദ്യം കൊടുക്കാം, ഇത് രണ്ടാമത് കൊടുക്കാം. എങ്ങനെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ശരിയടാ. അങ്ങനെയാണ് നോക്കിക്കേ, രണ്ട് ഇക്വേഷൻ ഞാൻ കൊടുത്തില്ലേ? ഓക്കെ, ഇക്വേഷൻ കൊടുത്തു, ഇക്വേഷൻ ഇക്വേറ്റ്. ഇനി ഇവിടെ ആർക്ക് ക്യാൻസൽ ആയി പോകും? ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ക്യാൻസൽ ആയി പോകും അല്ലെ. അങ്ങനെയാണെങ്കിൽ
നോക്ക് d square y by dt square is equal to ഈ പറയുന്ന m എന്ന് പറയുന്നത് ഇങ്ങോട്ട് പോകത്തില്ലേടാ. അങ്ങനെയാണെങ്കിൽ t by m into d square y by dx square എന്നാകില്ലേടാ. ക്ലിയർ അല്ലേ? ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇതിനെയാണ് പറയുന്നത് that is wave equation of a string. This is called wave equation of a string. This equation is called wave equation of a string. Clear ആണോ? സോ മക്കളെ, വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ വെച്ച് നമ്മൾ എന്താ പഠിച്ചത്? ദാറ്റ് ഈസ് ഡി സ്ക്വയർ. നമ്മൾ ഡോ സ്ക്വയർ സൈ എന്ന് പഠിച്ചു. ഡോയ്ക്ക് പകരം ഡിയും ഇടാം, നോ പ്രോബ്ലം. ഓക്കെ, ഡി എന്നോ ഡോ എന്നോ എന്ത് വേണമെങ്കിൽ ഇട്ടോളൂ, നോ ഇഷ്യൂസ്. ഞാൻ ഇവിടെ ഡി ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ആ ഇക്വേഷൻ ഡോയ്ക്ക് പകരം എന്ത് കൊടുക്കുന്നു? ഡി കൊടുക്കുന്നേ ഉള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് ഡി സ്ക്വയർ സൈ ബൈ dt square is equal to v square into d square psi by dx square. ഓക്കെ, ഇങ്ങനെ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നമ്മുടെ വൺ ഡയമെൻഷണൽ ഇക്വേഷൻ, ഇന്നലെ പഠിച്ച വൺ ഡയമെൻഷണൽ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ആലോചിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും. നമ്മൾ ഈ രണ്ട് ഇക്വേഷൻ ഇങ്ങനെ കമ്പയർ നോക്കിക്കേ. നോക്കിയേടാ, ഇവിടത്തെ ടേമും സിമിലർ അല്ലേ? അതേപോലെ ഇവിടത്തെ ടേമും സിമിലർ ആണ്. അതേപോലെ ഇവിടത്തെ ടേമും സിമിലർ ആണ്. മനസ്സിലായോ? ഓക്കെ, ഇവിടെ ജസ്റ്റ് y psi ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാം. വി സ്ക്വയറിന്റെ കറസ്പോണ്ടിങ് ടേം എന്ന് പറയുന്നത് എന്താണ്? t/m ആണ്. സോ നമുക്ക് അതെടുത്ത് എഴുതിക്കൂടെ? അപ്പൊ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ്? t/m. അങ്ങനെയാണെങ്കിൽ v ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് t/m. സംശയം ഉണ്ടടാ? സ്ക്വയർ റൂട്ട് ഓഫ് t. എന്താണാവോ ഈ v എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് വെലോസിറ്റി ഓഫ് ദ പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. അതായത് വേവിന്റെ പ്രൊപ്പഗേഷന്റെ വെലോസിറ്റി ആണ് എന്തെന്ന് പറയുന്നത്? v എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇനി വിക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. v ഈസ് ഈക്വൽ ടു ന്യൂ ലാംഡ എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട് അല്ലെ? v ഈസ് ഈക്വൽ ടു ന്യൂ ലാംഡ. എന്താണ് ന്യൂ ലാംഡ എന്ന് വെച്ചാൽ വേവ് ലെങ്ത് ആണ്. എന്തോന്നാ ഈ ഇതെന്ന് പറയുന്നത്? ന്യൂ ആണ്. ന്യൂ എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് ആൽഫബറ്റ് ആണ്. എന്തോന്നാണാവോ ഈ ന്യൂ എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ ഓഫ് ദ സ്ട്രിങ്. ഓക്കെ ആണോ? ദെൻ ന്യൂ ഈസ് ഈക്വൽ ടു എന്താണ്? ദാറ്റ് ഈസ് ന്യൂ ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? അതായത് ഇവിടെ നോക്കിക്കേ, v ഈസ് ഈക്വൽ ടു ന്യൂ ലാംഡ അല്ലേ? അങ്ങനെയാണ് ന്യൂ ഈസ് ഈക്വൽ ടു v ബൈ ലാംഡ. ക്ലിയർ ആണോടാ? അങ്ങനെയാണെങ്കിൽ ന്യൂ ഈസ് ഈക്വൽ ടു v എന്ന് പറയുമ്പോൾ യെസ്. ഓക്കെ, ഇങ്ങനെ ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യാം? ന്യൂ ഈസ് ഈക്വൽ ടു v ബൈ ലാംഡ അല്ലേ? ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്തിക്കൂടെ? ദാറ്റ് ഈസ് ന്യൂ ഈസ് ഈക്വൽ ടു 1 ബൈ ലാംഡ ഇൻറ്റു v എന്ന് എഴുതിക്കൂടെ? അപ്പോൾ ന്യൂ ഈസ് ഈക്വൽ ടു 1 ബൈ ലാംഡ ഇൻറ്റു v എന്ന് പറയുന്നത് ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്താ? റൂട്ട് ഓഫ് t/m. ക്ലിയർ ആണോ? സോ ദിസ് ഈസ് ദ ഇക്വേഷൻ. ദിസ് ഈസ് ദ ഫ്രീക്വൻസി. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ദ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ ഓഫ് ദ സ്ട്രിങ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതാണ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. This is the fundamental frequency of the vibration of a string. Simple ആണടാ. I will explain once again. നോക്കിക്കേ, ശ്രദ്ധിച്ചേടാ.
ശ്രദ്ധിച്ചേ, ഞാനിവിടെ എന്തെടുത്തു, ഒരു എൽ ലെങ്ത് ഉള്ള സ്ട്രിങ് എടുത്തു. എൽ ലെങ്ത് ഉള്ള സ്ട്രിങ് എടുത്ത ശേഷം ഞാൻ എന്ത് ചെയ്തു, അതിനെ സ്ട്രെച്ച് ചെയ്തു. 2 പോയിന്റ് ഞാൻ പറഞ്ഞില്ലേ, വീട്ടിൽ പോയിട്ട് നിങ്ങൾ അച്ഛനോടോ അമ്മയോടോ പറഞ്ഞ് സ്ട്രെച്ച് ചെയ്യിപ്പിക്കണം. ഒരു പോയിന്റ് എ ആണ്, ഒരു പോയിന്റ് ബി ആണ്. സ്ട്രെച്ച് ചെയ്ത് പിടിക്കണം. എന്നിട്ട് എന്താ, നടുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് വലിച്ചിട്ട് ഇങ്ങനെ വിട്ടേക്ക്. അപ്പൊ ആക്ച്വലി അവിടെ എന്ത് വൈബ്രേഷൻ ഉണ്ടാവും, അവിടെ എന്ത് വേവ് മോഷൻ ഉണ്ടാവും, ട്രാൻസ്വേഴ്സ് വേവ് മോഷൻ ഉണ്ടാവും. ട്രാൻസ്വേഴ്സ് വേവ് മോഷൻ ഉണ്ടാവും. ക്ലിയർ അല്ലേ? ഈ ട്രാൻസ്വേഴ്സ് വേവ് മോഷൻ എന്ന് പറയുന്നത്, ഈ വൈബ്രേഷൻ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് എ സിമ്പിൾ ഹാർമോണിക് വൈബ്രേഷൻ അല്ലെങ്കിൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ക്ലിയർ? അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഗർ എന്ന് പറയുന്നത്. സോ പിയിൽ കൂടെ, പി എന്ന് പറയുന്ന പോയിന്റും ക്യൂ എന്ന് പറയുന്ന പോയിന്റ് ഞാൻ പറഞ്ഞു. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് ആണ്. പിയിൽ കൂടെ പോകുന്ന ടാൻജന്റ് ആണ് ഇതെന്ന് പറയുന്നത്, ക്യൂവിൽ കൂടെ പോകുന്ന ടാൻജന്റ് ആണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ആദ്യം നമ്മൾ ഈ പറയുന്ന ഇതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക. സ്ലോപ്പ് എന്ന് പറയുന്നത്, സ്ലോപ്പ് അറ്റ് പി എന്ന് പറയുന്നത് that is tan theta is equal to dy by dx ആണ്. Then the downward component of tension at p എന്ന് പറയുന്നത് എന്താണ്, t into tension into dy by dx. കഴിഞ്ഞു. അടുത്ത് സ്ലോപ്പ് അറ്റ് q. സ്ലോപ്പ് അറ്റ് q എന്ന് പറയുന്നത് tan theta minus delta theta ആണ്. theta minus delta theta ആണ്. ഓക്കെ, അതായത് ഈ പറയുന്ന q എന്ന് പറയുന്ന പോയിന്റിൽ കൂടെയുള്ള ടാൻജന്റ്, ഈ ടാൻജന്റിന്റെ സ്ലോപ്പ് ആണ്. that is tan theta minus delta theta is equal to dy by dx minus d square y by dx square into delta x എന്ന് പറയും. ഇതെന്ന് പറയുന്നത് upward component of tension at q എന്ന് പറയുന്നത് that is ഒന്നുമില്ല, tension t into this slope. ക്ലിയർ അല്ലേ? അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ, റിസൾട്ടന്റ് കണ്ടുപിടിക്കാം. റിസൾട്ടന്റ് ഓഫ് ഡൗൺവേർഡ് ടെൻഷൻ എന്ന് പറയുന്നത് ഒന്നുമില്ല, this upward component minus this downward component. Sorry, the downward component minus this upward component. Okay, but downward component എന്ന് പറയുമ്പോൾ എന്താണ്, t into dy by dx. upward component എന്ന് പറയുമ്പോൾ എന്താണ്, that is t into dy by dx minus d square y by dx square into delta x. ഇനി എന്ത് ചെയ്യുക, മൈനസ് ടീനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പൊ എന്താ കിട്ടുക, ദാറ്റ് ഈസ് ഇവിടുത്തത് അതേപോലെ എഴുതാലോ, ടി ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. അടുത്തെന്താണ്, മൈനസ് ടീനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ടി ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്, കൂടാതെ ഈ മൈനസ് ടി ഇൻറ്റു ഈ മൈനസ് ദിസ് ഫാക്ടർ, ദാറ്റ് ഇസ് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ടി ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഡെൽറ്റ എക്സ്. ഈ പ്ലസ് ടേമും ഈ മൈനസ് ടേമും ക്യാൻസൽ ആയി പോകും. ബാക്കി നിങ്ങൾ കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് എഫ്, ദാറ്റ് ഈസ് റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്, റിസൾട്ടന്റ് ഡൗൺവേർഡ് ടെൻഷൻ അല്ലെങ്കിൽ റിസൾട്ടന്റ് ഫോഴ്സ്, ടെൻഷൻ ആയാലും ഫോഴ്സ് എന്ന് പറയുന്നത് രണ്ടും സെയിം തന്നെയാണ്. എഫ് ഈസ് ഈക്വൽ ടു ടി ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഡെൽറ്റ എക്സ്. മാർക്ക് ഡാഷ് ഇക്വേഷൻ 1. അടുത്ത് ലെറ്റ് എം ബി ദ മാസ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദ സ്ട്രിങ്. ഓക്കെ, ഒരു എൽ ലെങ്ത് ഉള്ള സ്ട്രിങ് ആണ്, അതിലൊരു യൂണിറ്റ് ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ മാസ് എന്ന് പറയുന്നത് എം ആണ്. ആ ലെങ്ത്, ഫുൾ ലെങ്ത്തിൽ ചെറിയൊരു പോർഷനാണ് ഞാൻ കൺസിഡർ ചെയ്തത്, ദാറ്റ് ഈസ് കോൾഡ് ഡെൽറ്റ എക്സ്, ചെറിയ കുഞ്ഞ് എലമെന്റ് ലെങ്ത്. ഓക്കെ, അപ്പോ അവിടുത്തെ മാസ് എന്താണ്, മാസ് ഓഫ് ദാറ്റ് എലമെന്റ് ലെങ്ത്, ദാറ്റ് ഈസ് എം ഇൻറ്റു ഡെൽറ്റ എക്സ്, എം ഇൻറ്റു ഡെൽറ്റ എക്സ്. ക്ലിയർ ആണോ? അടുത്ത ഫോഴ്സ് ആക്ടിങ് ഓൺ ദ എലമെന്റ്. സാധാരണ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്, ദാറ്റ് ഈസ് എം എ അല്ലേ? ഓക്കെ, അപ്പോ വേറെ ഒന്നുമില്ല, സെയിം ഇക്വേഷൻ എഫ് ഈസ് ഈക്വൽ ടു എന്താണ്, എം എ, ദാറ്റ് ഈസ് മാസും ആക്സിലറേഷനും. ക്ലിയർ ആണോ? ദാറ്റ് ഈസ് എഫ് ഈസ് ഈക്വൽ ടു എം ഡെൽറ്റ എക്സ് ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ. ക്ലിയർ ആണോ? അടുത്ത നിങ്ങൾ നോക്കിക്കേ, ഈ രണ്ട് ഇക്വേഷൻ എന്തിനാണ്, ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ്, അല്ലെങ്കിൽ എന്താ, ടെൻഷന്റെ ഇക്വേഷൻ വേണമെങ്കിൽ പറയാം. ഓക്കെ, സോ നമുക്കതിനെ ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഒന്നിൽ ഇത് ആദ്യം എഴുതുക, രണ്ടാമത് എഴുതുക, അല്ലെങ്കിൽ ഇത് ആദ്യം എഴുതുക, രണ്ടാമത് എഴുതുക, എന്തായാലും ഓക്കെ. അപ്പോൾ ജസ്റ്റ് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡെൽറ്റ എക്സ് ക്യാൻസൽ ആയി പോകും. ബാക്കി ആരൊക്കെ ഉള്ളത്, ഉള്ളതാ നോക്കിക്കേ, ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു എമ്മിന് എനിക്ക് എന്ത് ചെയ്യാം, ഇപ്പുറത്തോട്ട് കൊണ്ടുപോയി കൂടെ. അപ്പോൾ ടി ബൈ എം ആകും ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വേവ് ഇക്വേഷൻ ഓഫ് എ സ്ട്രിങ് എന്ന് പറയുന്നത്. പറയും വേവ് ഇക്വേഷൻ ഓഫ് എ സ്ട്രിങ്. ക്ലിയർ? ഓക്കെ അല്ലടാ? അടുത്ത് വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ? ദാറ്റ് ഈസ് ഡി സ്ക്വയർ സൈ ബൈ ഡി ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പഠിച്ചിട്ടുണ്ട്. ഡിക്ക് പകരം നമ്മൾ അവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഡോ ആയിരിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ ഡി വരുന്നത് കൊണ്ട് ഞാൻ അവിടെ യൂസ് ചെയ്തേ ഉള്ളൂ. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ഓക്കെ, ഡോ വെച്ചും എഴുതാം, നോ ഇഷ്യൂസ്. ഓക്കെ, ഡൺ. വേണമെങ്കിൽ നിങ്ങൾ അങ്ങനെ എഴുതിക്കോ, നോ ഇഷ്യൂസ്. ഓക്കെ,
അപ്പോൾ ഇനി ഇവിടെ എന്താണ്, ഇവിടെ ആക്ച്വലി ഈ കറസ്പോണ്ടിങ് ടേംസ് ഉണ്ടോ അല്ലേ, കണ്ടോ? അപ്പൊ ഈ രണ്ട് ഇക്വേഷൻ ഇക്വേറ്റി അല്ലേ, അപ്പൊ ഇവിടെ നോക്കിക്കേ രണ്ട് ഇക്വേഷനിൽ കറസ്പോണ്ടിങ് ടേംസ് ഉണ്ട്. അപ്പോ ഈ വി സ്ക്വയറിന്റെ കറസ്പോണ്ടിങ് ടേംസ് എന്ന് പറയുന്നത് എന്താണ്, ടി ബൈ എം ആണ്. അപ്പൊ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു ടി ബൈ എം, വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ടി ബൈ എം. ഓക്കെ അല്ലേടാ? അപ്പോ ഈ വി എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഇസ് ദ വെലോസിറ്റി ഓഫ് ദ പ്രൊപ്പഗേഷൻ ഓഫ് വേവ്, അതായത് വേവ് പോകുന്നതിന്റെ വെലോസിറ്റി ആണ്. ഓക്കെ, വേവിന്റെ പ്രൊപ്പഗേഷന്റെ വെലോസിറ്റി ആണ്, വേവിന്റെ മൂവ്മെന്റിന്റെ വെലോസിറ്റി ആണ് എന്ന് പറയുന്നത് വി എന്ന് പറയുന്നത്. വിക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്, എന്താണ്, വി ഈസ് ഈക്വൽ ടു ന്യൂ ലാംഡ എന്നൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണ് ന്യൂ എന്ന് പറയുന്നത്, ഇറ്റ് ഇസ് ദ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ ഓഫ് ദ സ്ട്രിംഗ്. ആ സ്ട്രിങ്ങിന്റെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ ആണ്. ഓക്കെ, ആ സ്ട്രിങ്ങിന്റെ വൈബ്രേഷന്റെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ആണ് എന്തെന്ന് പറയുന്നത്, ന്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ ബേസ്ഡ് ആണെങ്കിൽ വി ഈസ് ഈക്വൽ ടു ന്യൂ ലാംഡ അല്ലേ, അങ്ങനെയാണെങ്കിൽ ന്യൂ ഈസ് ഈക്വൽ ടു വി ബൈ ലാംഡ അല്ലേ. ഇത് ജസ്റ്റ് ഞാൻ സ്പ്ലിറ്റ് ചെയ്തിക്കോട്ടെ, ഇങ്ങനെ 1 ബൈ ലാംഡ ഇൻറ്റു വി എന്ന് എഴുതാലോ. അങ്ങനെയാണെങ്കിൽ ന്യൂ ഈസ് ഈക്വൽ ടു 1 ബൈ ലാംഡ ഇൻറ്റു വി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ടി ബൈ എം. ക്ലിയർ ആണോ? സോ ഇവിടെ നമ്മൾ എന്താ കണ്ടുപിടിച്ചത്, ഇവിടെ നമ്മൾ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ ഓഫ് ദ സ്ട്രിംഗ് ആണ് ഇവിടെ കണ്ടുപിടിച്ചത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡെറിവേഷൻ ആണ്, ഒരു ബുദ്ധിമുട്ടില്ല, നിങ്ങൾ ഒരു 5 പ്രാവശ്യം എഴുതി പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ മക്കളെ, വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ, എക്സാമിന് എന്തായാലും ഇത് ചോദിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഓക്കെ, അടുത്ത ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, എന്താ അറിയാവോ, ദാറ്റ് ഈസ് ഇലക്ട്രിക്കൽ അനലോഗ് ഓഫ് മെക്കാനിക്കൽ ഓസിലേറ്റർ. എന്താണ് ഇലക്ട്രിക്കൽ അനലോഗ് എന്ന് പറയുന്നത്? ദാറ്റ് ഈസ്, ഇവിടെ നോക്കിക്കേ, ഒരു മെക്കാനിക്കൽ ഓസിലേറ്ററും ഒരു ഇലക്ട്രിക്കൽ ഓസിലേറ്ററും, ഒരു LCR, അതായത് ഇൻഡക്ടർ, കപ്പാസിറ്റർ, റെസിസ്റ്റർ. ഓക്കെ, LCR സർക്യൂട്ട് അല്ലെങ്കിൽ എന്താ പറയാ, ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടും നമ്മുടെ മെക്കാനിക്കൽ ഓസിലേറ്ററും തമ്മിൽ ഒരു കമ്പാരിസൺ ഉണ്ട്. ഓക്കെ, ഒരു സിമിലാരിറ്റി ഉണ്ട്. ക്ലിയർ ആണോ? എന്താ നമുക്ക് നോക്കാം. A mechanical vibrating system can be modeled by an electric circuit. ഒരു ഇലക്ട്രിക് സർക്യൂട്ട് യൂസ് ചെയ്തുകൊണ്ട് നമ്മളൊരു മെക്കാനിക്കൽ വൈബ്രേറ്റിംഗ് സിസ്റ്റത്തിന് എന്ത് ചെയ്യാൻ പറ്റും, മോഡൽ ചെയ്യാനായിട്ട് പറ്റും. LCR സർക്യൂട്ട് എന്ന് പറയുന്ന സമയത്ത്, LCR സർക്യൂട്ട് എന്ന് പറയുമ്പോൾ L എന്ന് പറയുമ്പോൾ അത് ഇൻഡക്ടർ ആണ്, അറിയാലോ. L എന്ന് പറഞ്ഞാൽ ഇൻഡക്ടർ ആണ്, C എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റർ ആണ്, R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റർ ആണ്. ഓക്കെ, ഇവർ 3 പേരും, ഈ 3 കമ്പോണൻസും ഉള്ള സർക്യൂട്ട് ആണ് എന്ന് പറയുന്നത് LCR സർക്യൂട്ട് എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ, അപ്പോൾ സ്റ്റഡി ഓഫ് ദിസ് LCR ഗിവ്സ് ദ ബിഹേവിയർ ഓഫ് മെക്കാനിക്കൽ സിസ്റ്റം. ഇവിടെ ദ ഇലക്ട്രിക് ചാർജ്, ഈ സർക്യൂട്ടിൽ ദ ഇലക്ട്രിക് ചാർജ് ഓസിലേറ്റ്സ് ബിറ്റ്വീൻ എ കപ്പാസിറ്റർ ആൻഡ് ഇൻഡക്ടർ ത്രൂ റെസിസ്റ്റർ. ഓക്കെ, LCR സർക്യൂട്ടിൽ ഈ ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് ഇവിടുന്ന് എങ്ങോട്ടാ ഓസിലേറ്റ് ചെയ്യുന്നത്, ആര് വഴിയാ ഓസിലേറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഓസിലേറ്റ്സ് ബിറ്റ്വീൻ capacitor and inductor through resistor. This is similar to the mechanical oscillations of the oscillator. അപ്പോൾ ഒരു LCR സർക്യൂട്ടിൽ നടക്കുന്ന ഈ ഒരു സംഭവം എന്ന് പറയുന്നത് എന്തിന് സിമിലർ ആണ് മക്കളെ? ഒരു മെക്കാനിക്കൽ ഓസിലേഷൻ സിമിലർ ആണ്, ഒരു ഓസിലേറ്ററിലെ മെക്കാനിക്കൽ ഓസിലേഷൻസിന് സിമിലർ ആണ്. The resistance R causes the dissipation of electric energy, whereas damping causes, ഇവിടെ resistance R causes the dissipation of electric energy, whereas damping causes the dissipation of mechanical energy. Clear ആണോ? ഇവിടെ R എന്ന് പറയുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താ ചെയ്യുക? It causes the dissipation of electric energy. Okay, whereas damping causes the dissipation of mechanical energy. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഒരു വൈബ്രേഷൻ നടക്കുന്ന സമയത്ത് ഡാമ്പിംഗ് എന്ന് പറയുന്നത് പഠിപ്പിച്ചിട്ടുണ്ട്, ഡിസിപ്പേറ്റീവ് ഫോഴ്സസ് അല്ലേ. ഫോർ എക്സാമ്പിൾ എയർ റെസിസ്റ്റൻസ്, എയർ ഡ്രാഗ് ഒക്കെ നമുക്ക് ഡാമ്പിംഗ് ആയിട്ട് പറയാം. അപ്പോൾ ഒരു മെക്കാനിക്കൽ എനർജിയുടെ ഡിസിപ്പേഷന് ആരാ ഡാമ്പിംഗ് കാരണമാകുമ്പോൾ ഇലക്ട്രിക് എനർജിയുടെ ഡിസിപ്പേഷൻ, അതായത് ഈ സർക്യൂട്ടിലുള്ള ഇലക്ട്രിക് എനർജി ഡിസിപ്പേഷൻ ആരാ കാരണമാകുന്നത്? റെസിസ്റ്റൻസാ കാരണമാകുന്നത്. ആരാ കാരണമാകുന്നത്? റെസിസ്റ്റൻസാ കാരണമാകുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് ഇതിന്റെ സിമിലാരിറ്റീസ് നോക്കാം. ക്ലിയർ? സി, ഒരു ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി എടുത്തു, ഞാനൊരു ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി എടുത്തു. ഓക്കെ, അതിന് സിമിലർ ആയിട്ടുള്ള മെക്കാനിക്കൽ ക്വാണ്ടിറ്റി എടുക്കുക. മെക്കാനിക്കൽ ക്വാണ്ടിറ്റി. ഓക്കെ, ഞാൻ പറഞ്ഞു
നമ്മുടെ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റിയും മെക്കാനിക്കൽ ക്വാണ്ടിറ്റിയും തമ്മിൽ നമ്മുടെ ഇലക്ട്രിക്കൽ സർക്യൂട്ടിലുള്ള വൈബ്രേഷൻസും മെക്കാനിക്കൽ വൈബ്രേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോറിലേറ്റ് ചെയ്യാൻ പറ്റും. ആ സിമിലർ ആണ്. നോക്ക്, ദാറ്റ് ഈസ് കോൾഡ് ഇലക്ട്രിക്കൽ അനലോഗ് ഓഫ് മെക്കാനിക്കൽ ഓസിലേറ്റർ. വി ക്യാൻ കമ്പയർ. ക്ലിയർ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് LCR സർക്യൂട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ക്വാണ്ടിറ്റി ആണ് ദാറ്റ് ഈസ് ചാർജ്. ചാർജിനെ ഞാൻ Q എന്ന് ഡിനോട്ട് ചെയ്യും. കറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെക്കാനിക്കൽ സിസ്റ്റം ആവുന്ന സമയത്ത് അതെന്താണെന്ന് അറിയാവോ? ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെന്റ്. ദാറ്റ് ഈസ് കോൾഡ് ഡിസ്പ്ലേസ്മെന്റ് ഡിനോട്ടഡ് ബൈ X. ക്ലിയർ? അടുത്തത് പറയുന്നത് കറണ്ട്. ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റിയിൽ നമ്മൾ കറണ്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നു. കറണ്ട് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാ കൊടുക്കുന്നത്? I. ഇക്വേഷൻ എന്താണ്? dQ/dt അല്ലടാ. അപ്പോൾ ഇവിടെ നമ്മൾ അതേ സമയത്ത് മെക്കാനിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് വി റെപ്രസെന്റ് വെലോസിറ്റി. എന്താണ് വെലോസിറ്റി? വെലോസിറ്റി എന്ന് പറയുന്നത് V is equal to dx/dt. അടുത്ത ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇൻഡക്റ്റൻസ്. സെയിം ടൈം മെക്കാനിക്കൽ ക്വാണ്ടിറ്റിയിൽ വരുന്ന സമയത്ത് ദാറ്റ് ഈസ് മാസ്. അതേപോലെ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ കപ്പാസിറ്റൻസ്. ഓക്കെ, ഇവിടെ എന്താ കൊടുക്കുക? മെക്കാനിക്കൽ ക്വാണ്ടിറ്റി ആവുന്ന സമയത്ത് റെസിപ്രോക്കൽ ഫോഴ്സ് കോൺസ്റ്റന്റ്. reciprocal of force constant. Okay, force constant നമ്മൾ K എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. that is denoted by 1/k. reciprocal നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നു? 1/k എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ക്ലിയർ ആണോ? റെഡി? അടുത്തെന്ന് പറയുന്നത് റെസിസ്റ്റൻസ്. that is denoted by R. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റിയിലെ റെസിസ്റ്റൻസ് R ആണെങ്കിൽ മെക്കാനിക്കൽ ക്വാണ്ടിറ്റിയിൽ നമ്മൾ അതിനെ അവിടെ മെക്കാനിക്കൽ ക്വാണ്ടിറ്റിയിൽ സമയത്ത് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ ഓസിലേഷൻ നടക്കുന്ന സമയത്ത് അവിടെ റെസിസ്റ്റൻസ് ആരാണ്? ദാറ്റ് ഈസ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഡാമ്പിംഗ് കോഎഫിഷ്യന്റ്. എന്താണ് ഡാമ്പിംഗ് കോഎഫിഷ്യന്റ്? ക്ലിയർ ആണ്? ദിസ് ഡാമ്പിംഗ് കോഎഫിഷ്യന്റ് ഇസ് നോട്ടഡ് ബൈ B. ദിസ് ഡാമ്പിംഗ് കോഎഫിഷ്യന്റ് ഡിനോട്ടഡ് ബൈ B. ഓക്കെ, സോ ഇതാണെന്ന് പറയുന്നത് ആദ്യത്തെ ഹായടാ. ഓക്കെ, ഇതാണെന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രിക്കൽ അനലോഗ് ഓഫ് മെക്കാനിക്കൽ ഓസിലേറ്റർ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ മെക്കാനിക്കൽ വൈബ്രേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാച്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ? അപ്പൊ അവർ തമ്മിൽ എന്താണ് സിമിലാരിറ്റീസും കമ്പാരിസൺ ആണ് ഞാൻ ആക്ച്വലി പറഞ്ഞത്. ക്ലിയർ? ഇപ്പൊ ഇലക്ട്രിക്കൽ സിസ്റ്റം ആകുമ്പോൾ ചാർജ് ആണെങ്കിൽ മെക്കാനിക്കൽ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ ക്വാണ്ടിറ്റിയിൽ അത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. കറണ്ട് ആണെങ്കിൽ വെലോസിറ്റി ആണ്. ഇൻഡക്റ്റൻസ് ആണെങ്കിൽ മാസ് ആണ്. കപ്പാസിറ്റൻസ് ആണെങ്കിൽ റെസിപ്രോക്കൽ ഓഫ് ഫോഴ്സ് കോൺസ്റ്റന്റ് ആണ്. റെസിസ്റ്റൻസ് ആണെങ്കിൽ അതെന്താണ്? ഡാമ്പിംഗ് കോഎഫിഷ്യന്റ് ആണ്. ഇത് മുമ്പ് ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. ആ ബുക്ക് എടുക്കും. ഈ പണ്ട് ഇതേ സാധനം ക്വസ്റ്റ്യൻ വായിച്ച് പറഞ്ഞതാണ്, ചോദിച്ചിട്ടുണ്ട്. കമ്പയർ ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ ഓസിലേറ്റിംഗ് സിസ്റ്റംസ്. അതായത് ഇലക്ട്രിക്കൽ സിസ്റ്റമിനെയും മെക്കാനിക്കൽ സിസ്റ്റത്തിനെ എന്ത് ചെയ്യുക? കമ്പാരിസൺ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് വേറെ ഒന്നില്ല, ജസ്റ്റ് ഈ ഒരു ഇലക്ട്രിക്കൽ അനലോഗ് ഓഫ് മെക്കാനിക്കൽ ഓസിലേറ്റർ എഴുതി ഇത്രയും സാധനങ്ങൾ എഴുതിയാൽ മാത്രം മതി. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ക്ലിയർ ആണോ? ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോ ഇലക്ട്രിക്കൽ ഓസിലേറ്റിംഗ് സിസ്റ്റവും മെക്കാനിക്കൽ ഓസിലേറ്റിംഗ് സിസ്റ്റം തമ്മിൽ കമ്പാരിസൺ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ എന്താ ചെയ്യുക? എഴുതണം. എന്താണ് മെക്കാനിക്കൽ വൈബ്രേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്? ക്യാൻ ബി മോഡൽ ബൈ ആൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട് അല്ലെങ്കിൽ ഇലക്ട്രിക് സർക്യൂട്ട്.
അവിടെ ഏതാ LCR സർക്യൂട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കൂടാതെ അവിടെ എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രിക് ചാർജ് ഓസിലേറ്റ്സ് ബിറ്റ്വീൻ എ കപ്പാസിറ്റർ ആൻഡ് ഇൻഡക്ടർ ത്രൂ റെസിസ്റ്റർ, similar to the mechanical oscillations of the oscillator. ഇവിടെ resistance R causes the dissipation of electric energy, whereas damping causes the dissipation of mechanical energy. Clear? Okay. ഓക്കെ, എന്നിട്ട് ഈ ഒരു കമ്പാരിസൺ കൂടെ എഴുതുക. നമ്മുടെ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റിയിൽ എന്തൊക്കെയാണ്, മെക്കാനിക്കൽ ക്വാണ്ടിറ്റിയിൽ സിമിലാരിറ്റി വരുന്നത് എന്തൊക്കെയാണ്. ഇത്ര എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചോദ്യത്തിന് ഉത്തരമായി. ഓക്കെ, റെഡി? മാർക്ക് നോക്കി എഴുതുക. ചെറിയ മാർക്കൊക്കെ ആണെങ്കിൽ ഇത് മാത്രം എഴുതിയാലും മതി, എന്നാലും കൂടെ എഴുതിക്കോ. ജസ്റ്റ് ഒരു തിയറി, ഒരു ഇൻട്രൊഡക്ഷനും കൊടുത്തിട്ട് ഈ ജസ്റ്റ് ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി, മെക്കാനിക്കൽ ക്വാണ്ടിറ്റി, ആ ഒരു സിമിലാരിറ്റി എഴുതിക്കും. ഓക്കെ, റെഡി? ഓക്കെ അല്ലേ? ഡൺ. ഓക്കെ, സോ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എന്താണ്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പാത്ത് ഡിഫറൻസ് പഠിച്ചു, ദെൻ ഫേസ് ഡിഫറൻസ് പഠിച്ചു. അത് കഴിഞ്ഞാൽ ട്രാൻസ്വേഴ്സ് വേവ് മോഷൻ പഠിച്ചു, ദെൻ ലോഞ്ചിറ്റ്യൂഡൽ വേവ് മോഷൻ പഠിച്ചു. ഇത് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിട്ടേ പോകാവൂ, ചോദിക്കും. ഓക്കെ, ദെൻ ഇത് പറയേ വേണ്ട, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ വരുന്ന S2 ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ള ടോപ്പിക്സിൽ ഒരു ടോപ്പിക്കാണ് നമ്മുടെ ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻസ് ഓഫ് എ സ്ട്രെച്ച് സ്ട്രിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഫിഗർ പഠിക്കുക, പിന്നെ ജസ്റ്റ് ഈ ഡെറിവേഷൻ എഴുതുക. ഓക്കെ ആണോ? ഇങ്ങനെ നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത് എന്താണ്? വി ആർ കാൽക്കുലേറ്റിംഗ്, അല്ലെങ്കിൽ വി ആർ ഫൈൻഡിങ് ഔട്ട് ദ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ ഓഫ് ദ സ്ട്രിംഗ്. അതിന്റെ ഇക്വേഷൻ നമ്മളിവിടെ ഡിറൈവ് ചെയ്യുന്നത്. nu is equal to 1 by lambda into root of T by M. Okay, then നമ്മൾ ഇലക്ട്രിക്കൽ അനലോഗ് ഓഫ് മെക്കാനിക്കൽ ഓസിലേറ്റർ പഠിച്ചു, ദെൻ അതിന്റെ സിമിലാരിറ്റീസും പഠിച്ചു. സോ മക്കളെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ മൊഡ്യൂൾ 1 എന്ന് പറയുന്നത്. ഓക്കെ, സോ മൊഡ്യൂൾ 1ന്റെ ലാസ്റ്റ് പാർട്ട് കഴിഞ്ഞു കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മുടെ എഞ്ചിനീയറിംഗ് ഫിസിക്സ് മൊഡ്യൂൾ 1 പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4, 4 പാർട്ടാണുള്ളത് നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഫിസിക്സ് മൊഡ്യൂൾ 1-ല്. ഈ പറഞ്ഞ കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. നമ്മൾ ആദ്യം ഓസിലേഷൻസിലുള്ള ടോപ്പിക് പഠിച്ചു. ഓസിലേഷൻസിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചതെന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, സിമ്പിൾ ഹാർമോണിക് മോഷൻ, ഫോഴ്സ്ഡ് സിമ്പിൾ ഹാർമോണിക് മോഷൻ, പിന്നെ എന്താണ് ഡാംഡ് ഹാർമോണിക് ഓസിലേറ്റർ പഠിച്ചു. ദെൻ എന്താ ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ പഠിച്ചു. ദെൻ വേവ്സ് വന്ന സമയത്ത് 1 ഡയമെൻഷനിൽ 3 ഡയമെൻഷനിൽ പഠിച്ചു. ദെൻ നമ്മൾ ഇലക്ട്രിക്കൽ അനലോഗ് പഠിച്ചു, പാത്ത് ഡിഫറൻസ്, ഫേസ് ഡിഫറൻസ്, അതേപോലെ തന്നെ ട്രാൻസ്വേഴ്സ് വേവ്, ലോഞ്ചിറ്റ്യൂഡൽ വേവ്, ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു. ഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. 4 പാർട്ടും കൃത്യമായിട്ടും നിങ്ങൾ പഠിക്കുക. വീണ്ടും ചെയ്ത് പഠിക്കുക. ഡെറിവേഷൻസിന് കുറച്ച് ലെങ്ത് ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷെ നിങ്ങൾ ചെയ്തു വരുമ്പോൾ അത് നിങ്ങൾക്ക് എളുപ്പമായി മാറും. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ആക്ച്വലി കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇനി അടുത്തുള്ള സെക്കൻഡ് മോഡ്യൂൾ ആണ്. സോ ഫസ്റ്റ് മോഡ്യൂൾ ഉടൻ തന്നെ നിങ്ങൾ പഠിച്ചു തീർക്കുക, കാരണം നിങ്ങളുടെ സീരീസ് എക്സാം വരുന്നുണ്ട്. സോ ഫസ്റ്റ് മോഡ്യൂൾ ഇപ്പൊ തന്നെ ക്ലിയർ ആയിട്ട് പഠിച്ചു പോവുക. വളരെ ചെറിയ മോഡ്യൂളാണ്. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അത് തീർക്കും, വളരെ സക്സസ്ഫുൾ ആയിട്ട് തീർക്കും. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്യുക. എപ്പോഴും പ്രശ്നം എന്ന് പറയാൻ സ്റ്റാർട്ട് ചെയ്യാനാണ്. ഓക്കെ, സോ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ക്ലിയർ? ഓക്കെ അല്ലേടാ? അപ്പോ ശരിയടാ, നമുക്ക് നാളെ കാണാം. നാളെ വൈകുന്നേരം കൃത്യം 6:30 മണിക്ക് നമുക്ക് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിന്റെ ക്ലാസ് ആണ്, പാർട്ട് 3. ഓക്കെ, സോ നമ്മൾ പോയിന്റ് പഠിച്ചു, പോയിന്റ്സിന്റെ പ്രൊജക്ഷൻ പഠിച്ചു. ഇനി നമുക്ക് ലൈനിന്റെ പ്രൊജക്ഷൻസ് പഠിക്കേണ്ടതുണ്ട്. സോ നമുക്ക് നാളെ വൈകുന്നേരം കൃത്യം 6:30 മണിക്ക് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിന്റെ ക്ലാസ്സുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, റെഡി അല്ലേ? സോ മക്കളെ, താങ്ക് യു. ഓക്കേടാ, ക്ലിയർ ആണോ? പഠിപ്പിച്ച് ക്ലിയർ ആയോ? നിങ്ങൾ എഴുതി നോക്കണം കേട്ടോ, എഴുതി നോക്കണം. സെറ്റായി? ഓക്കെടാ. ആക്ച്വലി എനിക്ക് വയ്യ, എനിക്ക് ഇന്നലെ തൊട്ട് ചെറിയ പനിയും കോൾഡും ചുമയും എല്ലാം കൊണ്ടും സെറ്റായി. പക്ഷെ ആക്ച്വലി ഇന്ന് ലാസ്റ്റ് പാർട്ടല്ലേ, അപ്പൊ പിന്നെ മാറ്റി വെക്കേണ്ടെന്ന് വിചാരിച്ചു. വേഗം സെറ്റായിട്ട് വേണം എനർജിയിലത് ബാക്കി ക്ലാസ് എടുക്കാൻ. ഓക്കെ, അതൊക്കെ സെറ്റ് ആവും. ഓക്കെ അല്ലേടാ? അപ്പൊ റെഡി?
ഓക്കെടാ, അപ്പൊ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, നമുക്ക് ഇനി അടുത്ത് നമുക്ക് മൊഡ്യൂൾ 2 സ്റ്റാർട്ട് ചെയ്യാം. മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് ഒപ്റ്റിക്സ് ആണ്. ഓക്കെ, സോ അടിപൊളി, നമുക്ക് പഠിക്കണം കേട്ടോ. ശരിടാ മക്കളെ, അപ്പൊ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അപ്പൊ നമുക്ക് നാളെ ഗ്രാഫിക്സിന്റെ ക്ലാസ്സിൽ കാണാം. ഓക്കെടാ, ബൈ ബൈ, താങ്ക് യു എവരി വൺ, ബൈ ബൈ.